ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്ന് വൈകുന്നേരത്തെ ചായൻ്റെ കടിക്ക് ഞാൻ പഴം പൊരിക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും പഴം പൊരിക്കാൻ അറിയില്ല, എന്നാൽ എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാനൊരു പഴം പൊരിക്കാമെന്ന് വിചാരിച്ച് എടുത്ത വീഡിയോ കേട്ടോ. ശേഷം മൈദപ്പൊടി, അരിപ്പൊടി, കരിഞ്ജീരകം, ഒരു നുള്ള ഉപ്പ്, കുറച്ച് പഞ്ചസാര, പിന്നെ അതിലേക്ക് ഒരു നുള്ള അപ്പം സോഡ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലേശം വെള്ളം ഒഴിച്ച് അത് നല്ല കുഴമ്പ് രൂപത്തിലാക്കി 3 നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതിലേക്ക് വലിയ പഴമായതുകൊണ്ട് കട്ട് ചെയ്തിട്ട് അതിന് ഞാൻ 4 പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടി വെച്ച് നമ്മൾ ഓരോന്നായിട്ട് അതിലേക്ക് പൊരിച്ചെടുക്കുക. എല്ലാം എണ്ണൊക്കെ ചൂടായി അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ചൂട് കട്ടൻ ചായയും അടിപൊളി പിന്നെ പഴംപൊരി കേട്ടോ. അതിലേക്ക് കുറച്ച് ബീഫ് വരട്ടിയതും കൂടി ഉണ്ടായാലും അടിപൊളിയായിട്ട് നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റംസാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുന്നാവും. എന്നാലും എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കിയപ്പോൾ അതൊരു വീഡിയോ ആക്കി എടുത്തതെന്ന് മാത്രം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായ പഴംപൊരിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു സ്നാക്സും കൂടി ഞാൻ പൊരിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അടുത്ത